12 GB റാം 256 GB സ്റ്റോറേജ് ഒക്കെ 15,000 താഴെ വരുന്ന ഒരു ഫോണിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കിടിലൻ സംഗതിയല്ലേ. ശരിക്കും പറഞ്ഞാൽ വില കൂടിയ ഫോണുകളിലാണ് ഈ 12 GB റാം 256 GB സ്റ്റോറേജ് കാണുക. മാത്രമല്ല ഈ 12 GB യുടെ കൂടെ മെം ഫ്യൂഷൻ റാം കൂടി ചേരുമ്പോൾ 24 GB റാം 256 GB സ്റ്റോറേജ് ആയി. മാത്രമല്ല ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം സാധനം പോലെ തോന്നുന്നില്ലേ. എന്നാലും ഇതൊന്നും പോരാ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞാലാണ് ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ 15,000 താഴെയാണ് വില എന്ന് പറയുമ്പോൾ സംഗതി ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യം ഒരു ക്വിക്ക് അൺബോക്സിംഗ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഈ കാണുന്നതാണ് ഫോൺ ഞാൻ ആദ്യമേ കയ്യിലോട്ട് എടുത്തു, അതാണ് ആദ്യം തന്നെ പൊന്നിച്ച് കാണിച്ചത്. ബോക്സിൽ പിന്നെ കേസ്, ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങൾ കാണാം. 18 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്, ചാർജിംഗ് കേബിളും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ഇതാണ് ഫോണിന്റെ ഡിസൈൻ. ക്യാമറ മോഡിലുള്ള ഡിസൈനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു പ്രീമിയം. എവിടെയെങ്കിലും കണ്ടുപരിചയം തോന്നുന്നുണ്ടോ? തികച്ചും യാദൃശ്ചികമാണെന്ന് വിചാരിക്കുക. ഫോണിന്റെ ഡിസൈൻ ആദ്യം തന്നെ ചെറുതായിരുന്നു പരിചയപ്പെട്ടോ. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്ക് അടക്കം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്, 2 സിം ഇടാം, മെമ്മറി കാർഡ് ഇടാം. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഡിക്കേറ്റ് വന്നിരിക്കുന്ന പവർ ബട്ടൺ, ഒപ്പം തന്നെ വോളിയം ബട്ടണും കാണാം. ടോപ്പ് സൈഡിൽ സ്പീക്കർ ഗില്ലും കാണാം. ഡുവൽ സ്പീക്കർ ആണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കേട്ടോളൂ. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ. ഓവറോൾ ഡീസന്റ് ആയ ഡിസൈൻ. ഇനി ഇതിന്റെ മെയിൻ പോയിന്റ് ഡൈമെൻസിറ്റി 6300 എന്ന പ്രൊസസറാണ്. ഓക്കെ, 15,000 താഴെ ഡീസന്റ് ആയ ഒരു പെർഫോമൻസ് തരാൻ കഴിവുള്ള ഒരു പ്രോസറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലോട്ട് വൈസ് പരസ്യ ആപ്ലിക്കേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. കണ്ടോ, അത്യാവശ്യം 2-3 ഉണ്ടെങ്കിലും അത് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് സംഭവങ്ങൾ തന്നെയാണ്, അല്ലാതെ കുറെ പരസ്യങ്ങൾ കുത്തി നിറച്ച് വന്നിട്ടില്ല. സോ അതും നല്ലൊരു ഘടകമായി. ഒപ്പം തന്നെ അസ്ഫാൾട്ട് 9 പോലുള്ള ഗെയിമൊക്കെ ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് പെർഫോമൻസും കിട്ടുന്നുണ്ട്. പിന്നെ റാം LPDDR4X ആണ്, സ്റ്റോറേജ് UFS 2.2 ആണ്. ഈ പ്രൈസിന് ഇതൊക്കെ സെറ്റ് ആണ്. ഒപ്പം തന്നെ ഇതിൽ 8 GB റാം 256 GB സ്റ്റോറേജ് ആണ് ബേസ് മോഡലിൽ തന്നെ വരുന്നത്. 256 GB ഉണ്ട്. അതിന് ബാങ്ക് ഓഫർ അടക്കം 13,499 രൂപ വരുന്നുള്ളൂ. അത് 8 GB റാമിന്റെ കാര്യമാണ്. 12 GB റാം 256 GB സ്റ്റോറേജിലേക്ക് വരുമ്പോൾ 14,999 രൂപയാണ്. ഓഫർ അടക്കം ഉണ്ടോ പറയുന്നത്. ഒപ്പം തന്നെ മെം ഫ്യൂഷൻ റാം എന്ന് പറയുന്ന റാം എക്സ്പാൻഷനിലൂടെ 12 GB റാം കൂടി ആഡ് ചെയ്യാം. മൊത്തത്തിൽ 24 GB റാം ഉള്ള ഫോൺ എന്ന രീതിയിൽ ഉപയോഗിക്കാം. മൊത്തത്തിൽ പെർഫോമൻസിന്റെ ഭാഗത്ത് ഡീസന്റ് സെറ്റപ്പ്. ഇത് 3 കളറിലാണ് കേട്ടോ വരുന്നത്. ലൈം ഗ്രീൻ, അതേപോലെ പാം ബ്ലൂ, അതേപോലെ സ്റ്റാർ ലൈറ്റ് ബ്ലാക്ക്, അങ്ങനെയുള്ള 3 കളറാണ്. ഒരു മൾട്ടി ഗ്രേഡിയന്റ് കളറിലാണ് വരുന്നത്. കളറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ 6.78 ഇഞ്ച് വരുന്ന ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ ഡൈനാമിക് ബാർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ പഞ്ച് ഹോളിന്റെ ഭാഗത്തായിട്ട് കാണാം. അതായത് മനസ്സിലായല്ലോ, അപ്പൊ ആ ഒരു സംഗതി ഉണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത്. അവിടെ കുറച്ച് ആനിമേഷൻ ടാപ്പ് ചെയ്യുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യും. ആ രീതിയിലുള്ള ഒരു ഡൈനാമിക് ബാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് 60 ഹെർട്സ്, 90 ഹെർട്സ്, 120 ഹെർട്സ് അതിലേക്ക് മാറി വർക്ക് ചെയ്തോളൂ. പിന്നെ ബ്രൈറ്റ്നസ് 500 നിറ്റ്സ് ആണ് വരുന്നത്. അതും ഡീസന്റ് ആയി വിസിബിലിറ്റി തരുന്നുണ്ട്. കുറച്ചും കൂടി ഒക്കെ കൂടുതൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് സൺലൈറ്റിൽ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു വിഷയമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ വ്യൂവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും അപാകതകളൊന്നും ഇല്ല. നല്ല വിസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഡീസന്റ് ആയി വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു നല്ല ഘടകമാണ് ക്യാമറ. 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഇമേജുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ സെൽഫി ക്യാമറ ഇമേജുകളും ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലോട്ട് ഓഫ് ഇമേജുകൾ ഞാൻ എടുത്തു, അതൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ട് നോക്കുക, നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. വീഡിയോ സാമ്പിൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും കൊണ്ടുള്ള വീഡിയോ സാമ്പിളുകളെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ എടുക്കും, ഇത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം ക്യാമറ എന്ന് പറയുന്നത് പലർക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും. സോ എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ ക്യാമറയിൽ പല മോഡുകൾ വരുന്നുണ്ട്. AI ക്യാം, അതേപോലെ തന്നെ ഫിലിം മോഡ്, ഡുവൽ വീഡിയോ മോഡ്. നിങ്ങൾക്ക് ഡുവൽ വീഡിയോ, ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ക്യാമറയും വലിയ അപാകതകളില്ലാതെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിന്റെയാണ് ഫാസ്റ്റ് ചാർജിങ്. ഒരു ശരാശരി നിലവാരം തന്നെ. പിന്നെ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. Wi-Fi 5 ആണ് വരുന്നത്. NFC പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, പിന്നെ റാം സ്റ്റോറേജ് 12 GB റാം 256 GB സ്റ്റോറേജ് എന്നുള്ള സംഗതി കൂടി സ്പെഷ്യലായിട്ട് പരിഗണിക്കുമ്പോൾ 15,000 താഴെയാണ് ഇതിന്റെ വില എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോൾ സംഗതി അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായിട്ട് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെയാണോ പ്രയോറിറ്റിയുള്ള കാര്യങ്ങൾ? നിങ്ങളുടെ താല്പര്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. എല്ലാവരും കമന്റ് കൂടി നോക്കുക. മൊത്തത്തിൽ എല്ലാ കമന്റും കൂടിയൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, നമുക്കൊരു ഐഡിയ കിട്ടും. കൂടുതൽ നിങ്ങളുടെ അടുത്ത് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കും. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.